രാജ്യത്തെ ഏറ്റവും വലിയ വിമാന ദുരന്തമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 290 പേരാണ് മരിച്ചത്. അതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വളരെയധികം ഞെട്ടലോടെയാണ് ഈ വാർത്ത നമ്മളെല്ലാവരും കേട്ടത്, ന്യൂസുകളിലൂടെ കണ്ടത്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഫുള്ള് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കോൺസ്പിറസിയും അതേപോലെ ന്യൂസും വാർത്തകളും പ്രചരണങ്ങളും എല്ലാം നടന്നിരുന്നു. 241 യാത്രക്കാരുമായിട്ട് അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് അതിന് സമീപത്തുള്ള BJ മെഡിക്കൽ കോളേജിലേക്ക് പറന്നുയർന്ന് കുറച്ച് നിമിഷങ്ങൾക്കകം പറക്കാൻ പറ്റാതായിട്ട് ലാൻഡിങ് ക്രാഷ് ചെയ്ത് ലാൻഡ് ചെയ്ത് BJ മെഡിക്കൽ കോളേജ് ഇടിച്ചിറക്കിയത്. ആ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ മെസ്സിലേക്കാണ് ഈ വിമാനം ഇടിച്ചിറങ്ങിയത്. അതായത് 241 യാത്രക്കാരിൽ 240 പേരും, അതായത് പൈലറ്റും കോ പൈലറ്റും സ്റ്റാഫുകളും യാത്രക്കാരും ഉൾപ്പെടെ 240 പേരും, അതേപോലെ തന്നെ ബാലൻസ് അവിടെ മെസ്സിൽ ഇടിച്ചിറക്കിയത് ഉൾപ്പെടെ അതിലുണ്ടായിരുന്ന സ്റ്റുഡൻസ്, അവിടെ മെസ്സിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻസും സ്റ്റാഫും എല്ലാം ഉൾപ്പെടെ 290-ലധികം പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. പല കാരണങ്ങളും ഈ വിമാനം തകരാറിലായതിന് പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് എൻജിൻ തകരാറ്. മെയിനായിട്ട് പറയുന്നത് എൻജിൻ തകരാറാണ്. അതായത് ഒരു വിമാനത്തിന്റെ 2 എൻജിൻ കാണും. ആ 2 എൻജിനും തകരാറിലായാൽ മാത്രമാണ് വിമാനം അപകടത്തിൽപ്പെടുന്നത്. രണ്ടാമത് പറയുന്നതെന്ന് പറഞ്ഞാൽ പക്ഷി എൻജിനിലേക്ക് ഇടിച്ചിറങ്ങുന്നത് ഒരു അപകട കാരണമാണ്. അതായത് ബേർഡ് ഹിറ്റായിരിക്കും രണ്ടാമതൊരു കാരണമായിട്ട് പറയുന്നത്. പക്ഷേ അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിമാനത്തിന് 2 എൻജിൻ കാണും. അതിൽ 2 എൻജിനും വന്ന് പക്ഷി ഇടിച്ചാൽ മാത്രമേ, തകരാറിലായാൽ മാത്രമേ വിമാനത്തിന് എന്തെങ്കിലും ഈ ലാൻഡിങ് ക്രാഷ് ആയിട്ട് ലാൻഡ് ചെയ്യത്തുള്ളൂ. ഏതെങ്കിലും ഒരു എൻജിൻ കുഴപ്പമില്ലെങ്കിൽ, ഒരു എൻജിന് തകരാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വിധേനയും വൈദഗ്ധ്യമുള്ള ഒരു പൈലറ്റോ കോ പൈലറ്റോ ആണെങ്കിൽ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് രണ്ടും നടന്നിട്ടില്ല. ഒട്ടും ലാൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതാണ് വിമാനം ഇടിച്ചിറക്കിയത്. പിന്നെ പല ന്യൂസിലും വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് പൈലറ്റിനെ സ്വാധീനിച്ചോ അല്ലെങ്കിൽ സ്റ്റാഫിനെ സ്വാധീനിച്ചിട്ടോ അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളോ വല്ലതും കാണും, അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇങ്ങനൊരു വിമാന ദുരന്തമുണ്ടായത് എന്ന് പലയിടത്തും ഒരു കോൺസ്പിറസി നടക്കുന്നുണ്ട്. അതും ഒരു കാരണം. എന്തായാലും അത് അന്വേഷണ വിധേയമാണ്. വിമാനം പറന്നുയർന്നു, എയർഫീൽഡിൽ കയറി 40 സെക്കൻഡിന് ശേഷം ഈ എയർപോർട്ട് വ്യോമ കേന്ദ്രത്തിലേക്ക് പൈലറ്റിന്റെ മേഡേ സന്ദേശം കിട്ടി എന്നാണ്. അതായത് മേഡേ എന്ന് ഒരു സന്ദേശം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അപകടമായ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോഴാണ് മേഡേ സന്ദേശം കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു 3 മേഡേ സന്ദേശം വ്യോമ കേന്ദ്രത്തിൽ പൈലറ്റ് സന്ദേശം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ മേഡേ സന്ദേശം കിട്ടിയ ഉടനെ സന്ദേശം സിഗ്നൽ ബ്രേക്ക് ആവുകയും അതിനുശേഷം 1-2 മിനിറ്റിനുള്ളിൽ ഈ വിമാനം ഈ BJ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ മെസ്സിലേക്ക് ഇടിച്ചിറക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതൊരു ബ്രിട്ടീഷ് പൗരനാണ്. ഇന്ത്യയിൽ ജനിച്ച് ബ്രിട്ടീഷ് പൗരത്വം നേടിയ ഒരാളാണ്. അയാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അത് ഈ ക്രാഷ് ചെയ്ത ഉടനെ ആള് എമർജൻസി എക്സിറ്റ്, അതിനടുത്തായിരുന്നു സീറ്റ്, അതുവഴി ചാടി എങ്ങനെയോ രക്ഷപ്പെട്ടതാണ്. അങ്ങനെയാണ് ആള് രക്ഷപ്പെട്ടത്. മരിച്ചവരിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നുണ്ട്. പത്തനംതിട്ടക്കാരി രഞ്ജിത നായർ എന്ന ഒരു മലയാളി ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ 53 ബ്രിട്ടീഷ് പൗരന്മാരും പോർച്ചുഗീസ് പൗരന്മാരും കനേഡിയൻ പൗരന്മാരും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു യാത്രക്കാരായിരുന്നു. അപ്പോൾ അവരെല്ലാം മരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ NIA വേണ്ട വിധത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഏജൻസി അന്വേഷണമുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഇന്ത്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടാറ്റ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതേപോലെ തന്നെ അവർ യൂസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ബോയിങ്ങിലെ ഡ്രീം ലൈനർ എന്ന സീരീസിലുള്ള വിമാനമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ബോയിങ് ടീമിന്റെ അവരുടെ ഒരു അന്വേഷണവും കാണും. അതേപോലെ US-ന്റെ ഒരു ഏജൻസി അന്വേഷണം നടത്തും. അതേപോലെ തന്നെ ഇന്ത്യയിൽ NIA-യും അല്ലാതുള്ള സമാന്തര ഏജൻസികളും അന്വേഷണം നടത്തുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് വിമാനത്തിന്റെ കാലപ്പഴക്കം അല്ലെങ്കിൽ സാങ്കേതിക തകരാറ് എന്തെങ്കിലും കാരണമായിരിക്കും. വിമാനത്തിന്റെ കാലപ്പഴക്കം വരാൻ ചാൻസ് ഇല്ല. കാര്യം 2014-ലാണ് ഈ വിമാനം ടാറ്റ എയർ ഇന്ത്യ വാങ്ങുന്നത്. അപ്പം ആ സമയം വാങ്ങിയതിന് ഒരു വിമാനത്തിന്റെ കാലവർഷം 30 വർഷമോ അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റേഴ്സ് ഈ ഫ്ലൈയിങ് അവേഴ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ കാലപ്പഴക്കം നിശ്ചയിക്കുന്നത് പറഞ്ഞാൽ 30 വർഷമോ അതല്ലെങ്കിൽ 1 ലക്ഷം മണിക്കൂർ യാത്ര, അതാണ് ഇതിന്റെ ഒരു കാലപ്പഴക്കം നിശ്ചയിക്കുന്നത്. 2014 വാങ്ങിയ വിമാനമാണ്. അതിനാൽ അതിന് കാലപ്പഴക്കമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് കാലപ്പഴക്കം ഒരു തകരാറായിട്ട് എനിക്ക് തോന്നുന്നില്ല, വിമാന ദുരന്തത്തിന് കാരണമായിട്ട് തോന്നുന്നില്ല. അതേപോലെ തന്നെ പിന്നെ ഒന്ന് പറയേണ്ടത് സാങ്കേതിക തകരാറാണ്. അതാണ് ചെക്ക് ചെയ്യേണ്ടത്. നമ്മളൊരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ്
പരമാവധി എല്ലാവരും എഞ്ചിനീയേഴ്സ് എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷമാണ് വിമാനം പറന്നുയരുക. അപ്പം അതിലൊന്നും റിപ്പോർട്ടിലൊന്നും അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. എന്തെല്ലാം അന്വേഷണം നടക്കുന്നുണ്ട്, സാങ്കേതിക തകരാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എല്ലാ വിധത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ എല്ലാം പ്രധാന വിവരം അറിയണമെങ്കിൽ ഒരു വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കിട്ടണം. ഓറഞ്ച് കളറിലാണെങ്കിലും അതിന്റെ ബ്ലാക്ക് ബോക്സ് എന്നാണ് പറയുന്നത്. ഈ വിമാനത്തിലെ എല്ലാ ഡേറ്റാസും, അതിലെ എമർജൻസി ആയിട്ടുള്ള ഡേറ്റാസും, പിന്നെ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അതെല്ലാം ശേഖരിച്ചു വെക്കുന്നത് ഈ ബ്ലാക്ക് ബോക്സിലാണ്. അപ്പോൾ അത് കിട്ടണം. അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കുകയും ചെയ്യും. അതിൽ തന്നെ കോക്പിറ്റിന്റെ വീഡിയോയും ചെക്ക് ചെയ്യും. അതിനുശേഷമാണ് എല്ലാ ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാൻ പറ്റും എന്താണ് പ്രധാന റീസൺ എന്നുള്ളത്. വിമാന ദുരന്തത്തിനുള്ള പൈലറ്റൊക്കെ ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് പൈലറ്റാണ്. കോ പൈലറ്റും അതേപോലെ തന്നെ 1000 ഫ്ലൈയിങ് ഹവേഴ്സും എബോ ഉണ്ട് കോ പൈലറ്റിന് തന്നെ. പിന്നെ മെയിൻ പൈലറ്റിന് തന്നെ ഏതാണ്ട് ഒരു 10-30 വർഷത്തിന് മേളിൽ പ്രവൃത്തി പരിചയമുള്ള ആളാണ്. അപ്പം അതിൻ്റെ എക്സ്പീരിയൻസിലോ അതിലൊന്നും അല്ലായിരുന്നു പ്രശ്നം. എന്താണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന് ഒടുവിലായി നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു വിമാന ദുരന്തത്തിൽ നമ്മുടെ വിഷമത്തിൻ്റെ ദുഃഖത്തിൻ്റെ ആഴം കൂട്ടിയത് ഒരു മലയാളി ഉൾപ്പെട്ടു എന്നുള്ളതും കൂടി ചേർത്താണ്. അത് രഞ്ജിത നായർ, പത്തനംതിട്ടക്കാരിയാണ്. അപ്പം ആളെന്ന് പറയുന്നത് ഗവൺമെൻറ് നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. 5 വർഷത്തെ ലോങ് ലീവ് എടുത്തിട്ട് എബ്രോഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോയതാണ്. അപ്പോൾ അതിനിടയിലാണ് ഈ ദുരന്തം സംഭവിച്ചത്. നമ്മൾ ഈ ദുരന്തത്തിലും എല്ലാവരുടെ മരണപ്പെട്ടവരുടെ ദുരന്തത്തിൽ ദുഃഖം ചേർന്നും ഞെട്ടലോടെയും നമ്മൾ ഈ ന്യൂസ് കേട്ടത്. അതിനിടയിലും ഇത്രയും ദുരന്തത്തിനിടയിലും സന്തോഷം കണ്ടെത്തുന്ന ചിലരെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും കാണാൻ പറ്റി എന്നുള്ളതാണ് ഇനിയുള്ളത് ഞാൻ പറയാൻ പോകുന്നത്. മരണത്തിൽ ആസ്വദിക്കുന്ന, ദുരന്തത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു കൂട്ടം അവരാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഭരിക്കുന്നത്. കമൻസുകളിലൂടെ അവർ ആറാടുകയാണ്. അവരുടെ ഓരോരോ വാക്കുകൾ ദുരന്തത്തിൽപ്പെട്ടവരെയും മറ്റുള്ളവരെയും വേദനിപ്പിക്കുന്നതും വളരെയധികം വിഷമമുണ്ടാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. നികൃഷ്ടമായ വാക്കുകൾ കൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയ അരങ്ങുവാഴുന്നത്. എന്തിന് ന്യൂസ് ചാനലിൽ പോലും മരണപ്പെട്ടവരുടെ എണ്ണം പറയുന്നത് തന്നെ എലക്ഷന് കൗണ്ട് ചെയ്യുന്ന രീതിയിലും ഒക്കെയാണ്, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ന്യൂസ് വായിക്കുന്ന രീതിയിലും ഒക്കെയാണ് മത്സരിച്ച് അവർ ന്യൂസ് വായിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ദുഃഖവാർത്ത അല്ലെങ്കിൽ ഒരു ദുരന്ത വാർത്ത ന്യൂസുകളിലോ കാണുമ്പോൾ മാക്സിമം സൗണ്ട് കുറച്ച് ആ ഒരു വിഷമത്തിൽ പങ്കുചേർന്നുകൊണ്ടുള്ള ഒരു ന്യൂസ് വായനയാണ്, ഒരു അവതരണമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ ആ ഒരു രീതിയെ മാറി അവതാരകരുടെ രീതിയും ന്യൂസ് പറയുന്നവരുടെയും വായിക്കുന്നവരുടെയും എല്ലാവരുടെയും രീതി, ആസ്വദിക്കുന്നവരുടെ രീതിയും മാറി. അവർ ന്യൂസ് അവതരണം ചെയ്യുന്നത് വേറെ എന്തോ അവതരണം ചെയ്യുന്ന രീതിയിലാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവർ വ്യൂസിന് വേണ്ടി, റേറ്റിങ്ങിന് വേണ്ടി എങ്ങനെ അധപ്പതിക്കാം എന്നുള്ളതിന് രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് എന്തെങ്കിലും ദുരന്തം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ദുഃഖവാർത്ത ന്യൂസിലോ വീഡിയോയിലോ പറയുകയാണെങ്കിൽ നമുക്ക് രാഷ്ട്രീയപരമായോ ജാതിപരമായോ മതപരമായോ ഇഷ്ടമല്ലാത്തതോ അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളോ ആണെങ്കിൽ എങ്ങനെയും എന്ത് വാക്കുകൊണ്ടും എന്ത് നികൃഷ്ടമായ വാക്കുകൾ കൊണ്ടും പ്രയോഗങ്ങൾ കൊണ്ടും കമൻസിൽ നിറയുക, സംസാരിക്കുക, പ്രയോഗിക്കുക എന്ന രീതിയിലേക്കാണ് ചില ആളുകളുടെ പോക്ക്. സമൂഹത്തിലെ എല്ലാ ആളുകളെ അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ അറിയാതെ തന്നെ ചിലവർ ഒറിജിനൽ പ്രൊഫൈലിലൂടെയാണ് കമൻ്റ് ഇടുന്നത്. പക്ഷെ ചിലർ ഒറിജിനൽ പ്രൊഫൈൽ അല്ലാതെ അവരൊരു ഫേക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഇവർക്കിത് പറയാൻ, ആസ്വദിക്കാൻ എന്ന രീതിയിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങ് സംസാരിക്കുകയാണ്, കമൻ്റ് ഇടുകയാണ്. നമുക്കിടയിലും നമ്മുടെ കൂടെയും ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കാണും. അങ്ങനെയുള്ളവരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തുമില്ല. അവരെ കാണുന്നത് ഇതേപോലെയുള്ള സോഷ്യൽ മീഡിയ കമൻസുകളിലൂടെ മാത്രമാണ്. അവരുടെ സ്വഭാവം വെളി വരുന്നതും അതിലൂടെ മാത്രമാണ്. അപ്പോൾ അത് നമ്മുടെ കൂടെ ഇവരിങ്ങനെയുള്ളവരുണ്ട്, ജീവിക്കുന്നുണ്ട്, സൊസൈറ്റിയിലുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും അപകടകരമായ ഒരവസ്ഥയാണ്. അതിൽ ഒരാളാണ് എ പവിത്രൻ എന്ന ഡെപ്യൂട്ടി തഹസിൽദാർ, ജൂനിയർ ഡെപ്യൂട്ടി തഹസിൽദാർ, കാസർഗോഡുള്ള ആള് ഈ രഞ്ജിത നായർക്കെതിരെ പോസ്റ്റ് ഇട്ടത്. അതായത് മരണവാർത്ത ഷെയർ ചെയ്തുകൊണ്ട് വെറും അശ്ലീലപരമായ മോശം കമൻറ്റ്, ജാതിപരമായ ഒരു കമൻ്റ് ഇട്ട് പോസ്റ്റ് ഇട്ട ഒരു വ്യക്തി. അയാൾക്കെതിരെ സർക്കാർ നടപടി എടുത്തിട്ടുണ്ട്. വളരെയധികം പ്രതിഷേധം, ഒരു ഔട്ട്റേജ് തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ആ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്ന സമയത്താണ് ഇങ്ങനെയൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അയാൾ ഇട്ടേക്കുന്നത്. വളരെയധികം ഔട്ട്റേജ് ആയപ്പോൾ തന്നെ സർക്കാർ ഇതിനെതിരെ നടപടി എടുത്തു. ആളെ അധികം സസ്പെൻഡ് ചെയ്തു. ഓൾറെഡി ആള് ജാതിപരമായി ഇതിനൊക്കെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ 1-2 വട്ടം സസ്പെൻഷൻ കിട്ടി. കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിലാണ് ആൾ വീണ്ടും പോസ്റ്റിൽ കയറിയത്. സസ്പെൻഷൻ നടപടി കഴിഞ്ഞിട്ട് കയറിയത്. അപ്പോഴാണ് ഈ ഒരു പോസ്റ്റ്. അപ്പോഴേക്കും
ഔട്ട്റീച്ച് ഇത് വളരെയധികം വിവാദമായതോടെ അയാളെ പോസ്റ്റ് പിൻവലിക്കും. പക്ഷേ അപ്പോഴത്തേക്ക് സ്പ്രെഡായി. അപ്പോൾ സർക്കാർ നടപടിയെടുത്തു. ആളെ കളക്ടർ സസ്പെൻഡ് ചെയ്തു. അപ്പം അതിൻ്റെ നടപടികൾ ബാലൻസും കാര്യങ്ങളൊക്കെ നടക്കും. അതിൻ്റെ ഇടയ്ക്കാണ് നായർ സൊസൈറ്റിയിലെ ആൾക്കാർ അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും പോലീസ് സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു അന്തരീക്ഷം, ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ അതിനെ ഒരു കമ്മീഷനോ ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും വലിയ ഉചിതമായ ഒരു നടപടി എന്ന് പറയുന്നത്. അതാകുമ്പോഴത്തേക്കും ഇതിപ്പം ഒരാൾ കേസ് കൊടുത്താൽ മാത്രമേ ആൾക്കെതിരെ പ്രോപ്പർ ലോപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ അണ്ടറിൽ വരുത്തുള്ളൂ. സാധാരണ ഒരാൾക്കാരൊക്കെ ആണെങ്കിൽ പല പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാൽ കേസുകളും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. പക്ഷെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കീഴിൽ വരുമ്പോഴത്തേക്കും അവരത് സസ്പെൻഷനിലൂടെയോ മാത്രമാണ് നടപടി എടുക്കുന്നത്. സസ്പെൻഷൻ കഴിഞ്ഞാൽ അവർ വീണ്ടും തിരിച്ചു വരും. അപ്പം ആ ഒരു നടപടി ഒഴിവാക്കിയിട്ട് ലോയുടെ അണ്ടറിൽ തന്നെ ഈ കേസ് പോട്ടെ, അതാണ് ഏറ്റവും വലിയൊരു ഉചിതമായ നടപടി, സസ്പെൻഷൻ മാത്രമല്ല. അപ്പോൾ ഇതേപോലെ കേസ് എടുത്തിട്ടുണ്ട് ജാമ്യമില്ലാ പ്രകാരം. അപ്പോൾ ആളെ കളക്ടർ കൊടുത്തേക്കുന്ന റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഈ ഒരു തസ്തികയിൽ ഇരിക്കാൻ യോഗ്യതയല്ല, ഡിസ്മിസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഡിസ്മിസ് ചെയ്യണം. ആ പോസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന പരാമർശവും വാക്കുകളും ആ കുടുംബത്തെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട്, മലയാളി ഒന്നടങ്കം സഹിതം ഇത് വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുടുംബത്തെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. വളരെയധികം വിഷമമുണ്ട് പറയുന്നതിൽ. ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂടെയുണ്ട്. അവരെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള സോഷ്യൽ മീഡിയ കമൻസിലൂടെ മാത്രമേ അറിയാൻ പറ്റൂ, അല്ലാതെ അറിയാൻ പറ്റത്തില്ല. ഞാൻ ആലോചിക്കുന്നത് ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ അവസ്ഥയാണ് ആലോചിക്കുന്നത്. സ്ത്രീ സമൂഹം, ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ, അവരുടെ എങ്ങനെയായിരിക്കും ഇവർ പെരുമാറുന്നത്? അതിൽ 2 വട്ടം ഇയാൾക്ക് സസ്പെൻഷൻ കിട്ടിയത് എനിക്ക് ജാതിപരമായി അധിക്ഷേപിച്ചെന്നുള്ള രീതിയിൽ. എന്നിട്ടും വീണ്ടും സസ്പെൻഷൻ അവസാനിച്ച് വീണ്ടും അതേ പോസ്റ്റിൽ തന്നെയുള്ള അവന് ഇരിക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയൊരു നമ്മുടെ ലോയുടെ ഒരു കുഴപ്പമാണത്. കാര്യം അവൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരിതാണ് ആ ജാതിയും മതവും വിദ്വേഷവും എല്ലാം. അതൊരിക്കലും പോത്തില്ല. ഒരു വട്ടം അബദ്ധം പറ്റുന്നതല്ല. ഒരു വട്ടം പറ്റുന്നതിന് നമുക്ക് അബദ്ധം എന്ന് പറയാം. 1, 2, 3 വട്ടം പറ്റുന്നതിന് അബദ്ധം എന്നല്ല പറയുന്നത്, തന്തയില്ലാത്തരമെന്നേ പറയാൻ പറ്റും. എല്ലാ വിഭാഗം മലയാളികളെ ഞാൻ കുറ്റം പറയുന്നില്ല. ഒരു വിഭാഗം മലയാളികൾ എല്ലാവരും സാക്ഷരതരാണ്, പ്രബുദ്ധരാണ്, എല്ലാമാണ്. പക്ഷെ ഒരു വിഭാഗം മലയാളികൾ ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം നോക്കിയാണ് സംസാരിക്കുന്നത്. പക്ഷെ അവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ മുൻപിലുണ്ട്. അവർ പക്ഷെ നമ്മുടെ ആ സമയം സംസാരിക്കത്തില്ല. നേരിട്ട് സംസാരിക്കാതെ കമൻസിലൂടെയും ഇതേപോലെയുള്ള കാര്യങ്ങളിലൂടെ അവരുടെ യഥാർത്ഥ മതം രാഷ്ട്രീയം എല്ലാം വന്നിട്ട് ആളുകളെ കുറ്റപ്പെടുത്താനുള്ള ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെയും കാട്ടി കൂടുതൽ അതിലും മാരകമായ വിഷവിത്തുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അത് നമ്മൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത് ഏറ്റവും വലിയൊരു വിപത്തായി മാറും, അപകടകരമായി മാറും. വളരെയധികം മനുഷ്യത്വരഹിതവും പരിതാപകരവും അതേപോലെ തന്നെ പരിഹാസ രൂപേണയുള്ള കമൻസിലൂടെയാണ് ഇവരത് കളം നിറയുന്നത്. വളരെയധികം വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസവുമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ, ഇങ്ങനെയുള്ള ദുരന്തം നടക്കുമ്പോൾ, ഇങ്ങനെയുള്ള വേദന നിറയുന്ന സമയത്ത് ഇതേപോലുള്ള പോസ്റ്റുമായിട്ട് വരുന്ന ഇവന്മാരെയൊക്കെ തെരഞ്ഞു പിടിച്ച് തെരണ്ടിവാലിനടിക്കണം. അതായത് യഥാർത്ഥത്തിൽ ശത്രുക്കളെല്ലാം നമ്മുടെ കൂടെ തന്നെയുണ്ട്. അവരുടെ പക്ഷെ തനി സ്വരൂപം അറിയണമെങ്കിൽ ഇതേപോലുള്ള കമൻസ് അറിയണം, അല്ലെങ്കിൽ കമൻസിലൂടെ അറിയാൻ പറ്റത്തുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ഒരു വീഡിയോയിൽ കമൻസിൽ കണ്ടു പവിത്രതയില്ലാത്ത പവിത്രൻ എന്നൊക്കെ. ഇവനൊക്കെ പവിത്രൻ എന്നൊക്കെ പേരിട്ടത് എന്ത് കണ്ടിട്ടാണോ? കുഞ്ഞിലിട്ടതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ വളരുമ്പോൾ ഈ വിധമൊക്കെ ഉള്ള ജാതിയും മതവും വിദ്വേഷമൊക്കെ ആയിട്ട് വളർന്ന് ഒരുത്തൻ ആയിട്ട് വരുമെന്ന് അവരറിയുന്നു. എന്തായാലും വല്ലാത്തൊരു ദിവസമായിരുന്നു. പലരും പല കുടുംബത്തിലെയും ആശ്രയമായിരുന്നിരിക്കാം, പലരും പല സ്വപ്നങ്ങളുടെ പിന്നാലെ ആയിരുന്നിരിക്കാം, പലരും വിനോദയാത്രയും ആസ്വാദനത്തിനു വേണ്ടിയിട്ട് പോയവരായിരിക്കാം. അപ്പം അതെല്ലാം സാധിക്കുന്നതിന് മുമ്പേ പൊലിഞ്ഞുപോയി. വളരെയധികം വിഷമമുണ്ട്. മരണപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ. അപ്പോൾ മരണപ്പെട്ട കുടുംബത്തിനോടൊപ്പം വിഷമം പങ്കുചേരുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.